اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. 51-ാമത്തെ ഹിക്മത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയം ഉണരുന്നതിലേക്കുള്ള ചില ഇഷാറത്തുകളാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ലാ അമല അർജാലിൽ ഖബൂലി മിൻ അമലിൻ യഗീബു അൻക ശുഹൂദുഹു വയുഹ്തഖറു ഇൻദക വുജൂദുഹു. ഇവിടെ കബൂലി എന്നുണ്ട് ഖുലൂബു എന്നുണ്ട് കേട്ടോ, രണ്ട് നുസ്ഖ ഉണ്ട്. ഞാൻ ഇതിൽ കബൂൽ എന്നാണ്, അവിടെ ഖുലൂബ് എന്നാണ് നല്ലത് എന്നാണ് ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്. ലാ അമല, ഒരു അമലുമില്ല, അർജാലിൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അമലുമില്ല, മിൻ അമലിൻ, ഒരു അമലിനേക്കാൾ. ലാ അമല, ഒരു അമലുമില്ല, അർജാലിൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അമലുമില്ല, മിൻ അമലിൻ, ഒരു അമലിനേക്കാൾ. എങ്ങനത്തെ അമലാണ്? യഗീബു അൻക, നിന്നെ തൊട്ട് മറയും, ഷുഹൂദുഹു, അതിന്റെ സാന്നിധ്യം, അതിന്റെ ദർശനം. എന്താ പറഞ്ഞ അറിയോ? അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന അമല് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണക്കൂട്ടി വെക്കുന്ന, ഓർമ്മ വെച്ച് പോകുന്ന അമലുകളല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക്, എന്നോട് നിങ്ങൾ നിസ്കരിച്ചോ, അമല് ചെയ്തോ, ദിക്ർ ചൊല്ലിക്കോ എന്ന് എൻ്റെ ഡ്യൂട്ടിയായി അല്ലാഹു തആല പറഞ്ഞതാണ്. അതൊന്നും ഇങ്ങനെ പേനയിൽ കടലാസിൽ എഴുതി വെക്കേണ്ട സംഭവങ്ങളൊന്നുമല്ല. സ്വന്തം അമല് ഓർമ്മയില്ലാതെ, അതൊക്കെ എൻ്റെ ഇലാഹാകുന്ന അല്ലാഹു തആല എന്നോട് പറഞ്ഞതാണ്, ഞാനതങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വെക്കുന്ന അമലുണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലി കിട്ടുന്ന അമലാണ്. മറിച്ച് ഞാൻ കഴിഞ്ഞല്ല അത്ര ഉഷാറാക്കിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പോറ്റിട്ടുണ്ട്, അങ്ങനെ എഴുതി കണക്കൂട്ടി വെക്കാത്ത അമലുണ്ടല്ലോ, അതിന് അള്ളാഹിൻ്റെ അടുത്ത് വലിയ എന്തുണ്ട്? പ്രതീക്ഷ വെക്കാം. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ലാ അമല, ഒരു അമലുമില്ല, അർജാലിൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു അമലുമില്ല, മിൻ അമലിൻ, ഒരു അമലിനേക്കാൾ. എങ്ങനത്തെ അമലാണ്? യഗീബു അൻക, നിന്നെ തൊട്ട് മറയും, ഷുഹൂദുഹു, അതിന്റെ സാന്നിധ്യം. അതിനെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ തന്നെയല്ല. കാരണം അതിന്റെ റബ്ബിനെ ഏൽപ്പിച്ച പണി അത് ഞാനിങ്ങനെ എടുക്കണമെന്നുള്ളൂ. എന്താ കാരണം? ലാഹിറായ ഒരു കാരണമുണ്ട്, ബാത്തിനായ ഒരു കാരണമുണ്ട്. ലാഹിറായൊരു കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നിഅമത്തുകൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ എത്ര നിസ്സാര. എന്നിട്ട് അപ്പൊ അത് നമ്മളിപ്പോ എഴുതി കണക്കൂട്ടി വെക്കാൻ പറ്റുമോ എന്നാണ്. ഞാൻ എല്ലാവർക്കും തിരിയണ ഭാഷയിലാ പറയണട്ടോ. അല്ലാഹു തആല വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, അള്ളാഹുവിന്റെ നിഅമത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ അല്ലാഹു തആല പറഞ്ഞിട്ട്, ദാവൂദ് നബിയെ നിങ്ങൾ മുകളിലോട്ടൊന്ന് ശ്വാസം വലിക്കും, ആ ശ്വാസം കീഴ്പോട്ടെങ്ങാനും വിടുന്നത് ഞാനെങ്ങാനും തടഞ്ഞു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായത് അല്ലാഹു തആല ഈ ശ്വാസം എന്ന് പറയുന്ന നിഅമത്ത്, അതിന് എത്രമാത്രം ശുക്ർ നമ്മൾ ചെയ്യണമെന്ന് ദാവൂദ് നബിക്ക് മനസ്സിലായത്. അല്ലെ, എത്രയോ ആളുകൾ വെന്റിലേറ്ററിലും ICUലൊക്കെ കിടക്കുന്ന എത്ര മനുഷ്യന്മാര്, ഒരു ശ്വാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അപ്പൊ അള്ളാഹിന്റെ നിഅമത്ത് നോക്കുമ്പോ നമ്മളെ അമലൊന്നും ഒരു അമലല്ല. ആ അമലിനെ കുറിച്ചൊന്നും ആ മനുഷ്യന് ഓർമ്മയല്ല. അതൊക്കെ റബ്ബ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ആ അമലിന് അള്ളാഹിന്റെ അടുത്ത് വലിയ കൂലിയാണ്, അതിന് വലിയ പ്രതീക്ഷയും വെക്കാം. മാത്രമല്ല ബഹുമാനപ്പെട്ടവർ പറയുന്നു, വയഹ്തഖിറു ഇൻദക വുജൂദുഹു, വയഹ്തഖിറു ഇൻദക, നിന്റെ അടുക്കൽ നിസ്സാരമാവുകയും ചെയ്യും, വുജൂദുഹു, ആ അമലിന്റെ അസ്തിത്വം.
ആ അമലൊന്നും ഒരു വലിയ അമലായിട്ട് ഇവർക്ക് തോന്നണേയല്ല. കാരണം അബൂ ഹനീഫ തങ്ങളിലേക്ക് നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട ഒരു കഅബന്റെ ഉള്ളിൽ കയറിയിട്ട് അല്ലെ, ഒരു കാല് പൊന്തിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ഇസ്രാ വരെ ഓതി. രണ്ടാമത്തെ കാല് പൊന്തിച്ച് ഒറ്റക്കാലും നിന്നിട്ട് സൂറത്തുൽ ഇസ്രാ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി. ഒറ്റ ദിവസം ഒരേ രാത്രിയാ പോയി പറയണത്. ആര്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ മനാഖിബ് നോക്കിയാൽ കാണാൻ കഴിയും. എന്തിനായി നിസ്കരിക്കണേ? ഇതുകൊണ്ടെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഒരു അള്ളാഹിനോട് ദ്വാരുന്നു, പടച്ച റബ്ബേ അബൂ ഹനീഫയെ നീ കബൂലാക്കണേ റബ്ബേ എന്നാണ് ദ്വാരുന്നത്. കഅബാലയത്തിന്റെ പുറത്തുള്ള ആളുകൾ കേൾക്കുമാർ വിധം ഒരു അശരീരി മുഴങ്ങിന തഖബ്ബൽതു യാ അബൂ ഹനീഫ, അബൂ ഹനീഫയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ഏതെങ്കിലും ഒരു അമലിലേക്ക് നമ്മളെ അമലുണ്ടോ? എന്നിട്ട് നമ്മളതിങ്ങനെ എഴുതി കണക്കൂട്ടി വെക്കാൻ പറ്റുമോ? എന്നാ എഴുതി കണക്കൂട്ടി വെക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കളയണം. കാരണം ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയെന്ന് കരുതിയാൽ മതി. അതൊന്നും സ്വാലിഹീങ്ങളെ മുമ്പിൽ ഒന്നുമല്ല, ആരിഫീങ്ങളെ മുമ്പിൽ ഒന്നുമല്ല, മുഹബ്ബീങ്ങളെ മുമ്പിൽ ഒന്നുമല്ല. വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. കാരണം അല്ലാഹു തആലയുടെ നിഅമത്തിലേക്ക് നോക്കിയാൽ മതി. ഇതാണ് ഇതിന്റെ ലാഹിറായ വശം. ഇനി ഇതിന്റെ ഒരു ബാത്തിനിയായ വശമുണ്ട്. ഈ അമലുകളൊന്നും നമ്മൾ നോക്കണ്ട, ഓർമ്മ വെക്കണ്ട എന്ന് പറയാൻ കാരണം എന്താ? ഇതിന്റെയൊക്കെ ഫാഇൽ റബ്ബാണ്, അല്ലാഹു തആലയാണ്. അല്ലാഹു തആല ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ എന്ന് അള്ളാഹിന്റെ സ്വിച്ച് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അനങ്ങുന്നത്. അല്ലാഹു തആല പറയേണ്ടത് വൈസുബാഖബിന്റെ കൈ അനങ്ങണ്ട എന്ന് പറഞ്ഞാൽ പറയൊന്നും വേണ്ട, അത് നിന്നു. മൂപ്പരായുസ് ഇത്ര സമയം വരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അവസാനിച്ചു. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അപ്പൊ ഇതിന്റെയൊക്കെ ഫാഇൽ റബ്ബാണ്. ഞാൻ വെറും ഒരു റോബോട്ട്, വെറും കളിപ്പാവ മാത്രമാണ് എന്ന് കരുതുന്ന മനുഷ്യന് ഇതൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഓർത്തു വെക്കാത്ത അമല് അള്ളാഹുവിന്റെ അടുത്ത് പ്രതീക്ഷ വെക്കുന്ന അമലായിട്ടാണ് ബഹുമാന്യരായ പണ്ഡിതന്മാർ എന്ത് ചെയ്യണത് പറയണത്. അതിന് എന്ത് വേണമെന്നറിയോ? നമ്മൾ ഹൃദയം കൊണ്ട് നമുക്കൊരു ബോധ്യം വരലുണ്ട്. നമുക്കിപ്പോ ഒരു ബോധ്യം ഉണ്ടല്ലോ, നമുക്കൊരു ലാഹിറായ നിലക്കൊരു ബോധ്യമുണ്ട്. അങ്ങനെയല്ല, ഹൃദയം കൊണ്ടൊരു ബോധ്യപ്പെടലുണ്ട്. അതിന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിന്റെ അപാരമായ സ്നേഹം, അവന്റെ അടിമകളോടുള്ള സ്നേഹം, അള്ളാഹു താലാക്ക് ആരോടുള്ളത്? അടിമകളോടുള്ള സ്നേഹം അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി. അള്ളാന്റെ ഹുബ്ബ് എന്താണ്? അതുപോലെ തന്നെ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി ഏത് കാര്യങ്ങളും എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അള്ളാഹിനോട് സംസാരിക്കാം. അങ്ങനത്തെ ഒരു ഇലാഹാണ് കേട്ടോ നമ്മുടെ ഇലാഹ്. അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി കൊടുത്തതാ. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ കണ്ട നാടിയേക്കാളും അടുത്തവനാട്ടോ അള്ളാഹു തആല. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോ തരാമെന്ന് പറഞ്ഞ ആളാട്ടോ അള്ളാഹു തആല. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളെ രഹസ്യം പരസ്യമൊക്കെ ആർക്കറിയാം? പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ കാര്യവും ആർക്കറിയാം? അള്ളാഹു തആലക്ക് അറിയട്ടോ. അങ്ങനത്തെ ഒരു ഇലാഹാണ് നിങ്ങളെ ഇലാഹ്. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഏത് കാര്യങ്ങളും വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, നിങ്ങൾ എന്തൊരു കാര്യം അള്ളാഹിനെ ഏൽപ്പിച്ചോ അള്ളാഹ് മതി നിങ്ങൾക്ക്. അതിന് പറ്റുന്ന ആളാണ് ആര്? നിങ്ങളെ ഇലാഹ്. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് ഞാൻ പോരെ എന്ന് അള്ളാഹു തആല. അങ്ങനത്തെ ഇലാഹാണ് നിങ്ങളെ ഇലാഹ്. മാത്രല്ല എല്ലാ റഹ്മത്തിന്റെയും ചിറകുകൾ ഇബാദുകൾക്ക് താഴ്ത്തി തരുന്നവനാണ് അള്ളാഹു തആല. അവസാനം അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എത്ര പാപം ചെയ്താലും സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ അത് പൊരുത്തപ്പെട്ട് തരുന്നവനും പശ്ചാത്തപിക്കുന്നവർക്ക് മാപ്പ് നൽകുന്നവനുമാണ് നിങ്ങളെ റബ്ബിട്ടോ എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ആര്? അള്ളാന്റെ റസൂല്. അതങ്ങ് ഹൃദയത്തിൽ അങ്ങോട്ട് കേറിയപ്പോ പിന്നെ ആ ഇലാഹിനെ കാണണമെന്നവർ ആഗ്രഹിച്ചു. ആ ഇലാഹി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് സ്വഹാബത്തെത്തി. അവരെന്തിനും തയ്യാറായി. ഒമൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അംറില്ലാഹില്ല, അല്ലാഹു തആലാന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തിന് വിൽക്കാൻ പോലും അവരെന്തായി? തയ്യാറായി. ആ ഒരു അവസ്ഥയിലേക്ക് പോലെ മെന്റാലിറ്റിയെ അള്ളാന്റെ റസൂല് മാറ്റി. അപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർക്ക് അള്ളാഹിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു തആലക്ക് ഓല് ഇഷ്ടായി. അപ്പൊ അള്ളാന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു, അസ്ഹാബി കന്നുജൂം, പറയും നിങ്ങൾ എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്.
അവരെ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്തിലാകും. ലോകത്ത് വെളിച്ചമായിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന് ഇന്നും അറിയപ്പെടുന്നു. എന്താ കാരണം? അതൊരു ഹൃദയ ബോധ്യമാണ്. അള്ളാന്റെ റസൂലാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അത് ഹൃദയത്തിൽ അങ്ങ് കയറി. ഇപ്പൊ നമ്മൾ 51-ാമത്തെ ഹിക്മത്താണ്. അള്ളാഹിനെ കുറിച്ച് ഇപ്പൊ നമ്മള് 51 ക്ലാസ്സിൽ അള്ളാഹിനെ കുറിച്ച് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് അള്ളാഹിനെ കുറിച്ച് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ ഇനിയും അവസരങ്ങളുണ്ട് അള്ളാഹുനെ അറിയാനും അള്ളാഹിനെ മനസ്സിലാക്കാനൊക്കെ. അത് ഹൃദയത്തിക്കാണ് കയറി കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്തു? കേച്ചിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്കൊന്നും ഓർമ്മ വരാത്ത ചില അമലുകളുണ്ട്. അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രതീക്ഷ വെക്കേണ്ടത്. കാരണം അള്ളാഹു തആലാന്റെ നിഅമത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ അമലുകളൊന്നുമല്ല. മാത്രല്ല അള്ളാഹുവാണ് എല്ലാം ചലിപ്പിക്കുന്നവൻ. അള്ളാഹുവാണ്. നമ്മൾക്ക് യാതൊരു കഴിവുമില്ല. അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ എന്തേ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കഴിവില്ലായിരുന്നത്? നമ്മൾ ആദ്യം ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ? ഇല്ലേ? പിന്നെ രക്തത്തുള്ളിയായില്ലേ? പിന്നെ അതൊരു മാംസ കഷ്ണായില്ലേ? പിന്നെ അതിന്റെ മേലെ അള്ളാഹു താല അള്ളാഹു താല എല്ലുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ ആവരണം ചെയ്തില്ലേ? ഇല്ലേ? എന്നിട്ട് പതിയെ പതിയെ ഓരോ അവയവങ്ങളും ഉണ്ടാക്കി 10 മാസം ആയി പൂർത്തിയാകണ സമയത്ത് ഒരു യഥാർത്ഥ മനുഷ്യനായി നമ്മൾ ഭൂമിയിലേക്ക് വരാം. നമുക്ക് ഈ ഗർഭത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ഭക്ഷണം തന്നവൻ ആരാണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും സുന്ദരമായ ജീവിതം എന്ന് പറയുന്നത് ഒരു ഉമ്മാന്റെ റഹ്മിലാകുന്ന സമയത്താണെന്ന് മഹാന്മാര് പറയും. ഏറ്റവും സുന്ദരം. കാരണം അള്ളാഹുവിന്റെ പരിപാലനത്തിന്റെ വല്ലാത്ത ഒരു പരിപാലനത്തിന്റെ ഒരു അവസ്ഥയാണ് എപ്പോ? ഗർഭത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് അമ്മാക്ക് വല്ലാത്ത പ്രാധാന്യം തരുന്നത് അല്ലേ? അള്ളാന്റെ റസൂല് ചോദിച്ചില്ലേ? അള്ളാന്റെ റസൂലിനോട് ചോദിച്ചില്ലേ? ഞാന് ഒരു ഭാഗത്ത് നിന്നെ ഉമ്മ വിളിക്കാണ്, ഒരു ഭാഗത്ത് നിന്നെ വാപ്പ വിളിക്കാണ്, ഞാൻ ആരൊക്കെയാണ് ഉത്തരം കൊടുക്കേണ്ടത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു ഉമ്മുക്ക, പിന്നെയും ഉമ്മുക്ക, പിന്നെയും ഉമ്മുക്ക, എന്നിട്ടല്ല 4-ാമത്തെ പ്രാവശ്യം വന്ന് അബൂക്ക അല്ലേ? അപ്പൊ എന്താണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചില്ലേ എന്താ അങ്ങനെ? കാരണം അപ്പൊ ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അത് 3ഉം ആ കുട്ടിയെ സംബന്ധിച്ചുള്ള പരിപാലനാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അവ ഏറ്റവും വലിയ പരിപാലനം ഉമ്മയിലൂടെ അള്ളാഹു താല അവിടെ എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യൻ നടപ്പിലാക്കണം. അപ്പൊ അള്ളാനെ സ്നേഹിക്കാനും അള്ളാനെ അറിയാനും ഈ ഒരൊറ്റ ചിത്രം മാത്രം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പായി പടിപടിയായി നമ്മളെ ഈമാനിനെ നമ്മൾ ഉയർത്തണം. മഹാന്മാർ പറയുന്നുണ്ട്, ആദ്യത്തെ പടി എന്ന് പറയുന്നത് അസ്സൈറുലില്ലാഹി. അസ്സൈറുലില്ലാ എന്ന് പറഞ്ഞാല് അജ്ഞതയിൽ നിന്നും വിജ്ഞാനത്തിലേക്ക്. അള്ളാഹുവിനെ കുറിച്ച് ഒരറിവുള്ള, ആ അറിവില്ലാത്തൊരവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അറിവുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക. അതിനേക്കാണ് അസ്സൈറുലില്ല എന്ന് പറയാം. ആ അവസ്ഥയിൽ നിന്ന് 2-ാമത്തെ ഒരവസ്ഥ ഉണ്ട്, അസ്സൈറു ഇലല്ലാ. അള്ളാഹു താലാനെ കുറിച്ചുള്ള അറിവുണ്ടല്ലോ, ആ അറിവിൽ നിന്നും കർമ്മത്തിലേക്ക്. അള്ളാഹിനെ കുറിച്ച് അറിയുമ്പോൾ ഞാൻ ഇത്രയൊന്നും ചെയ്താൽ പോരാ, ഇനി എനിക്ക് ഒരുപാട് ചെയ്യണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം മനസ്സിൽ കയറും. അതിനെന്താ പറയാ? അസ്സൈറു ഇലല്ലാ എന്നാ പറയാ. അതിൽ നിന്നും മഹാന്മാര് പറയുന്നു 3-ാമത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അസ്സൈറു ഫില്ലാഹി. അസ്സൈറു ഫില്ലാ എന്ന് പറഞ്ഞാല് അള്ളാഹു താലാക്ക് ഇങ്ങനെ അമല് ചെയ്യുമ്പോഴേ, അമല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അമലിൽ നിന്നും പിന്നെ ഫനായിലേക്കാണ്, അള്ളാഹുവിലങ്ങ് വിലയം പ്രാപിക്കാം, പൂർണ്ണമായി അള്ളാഹുവിലങ്ങ് ഇഴുകിച്ചേരുക. അങ്ങനത്തെ ഒരു അവസ്ഥക്കാണ് എന്താ പറയാ? അസ്സൈറു ഫില്ലാ എന്ന് പറയാം. അള്ളാഹു താല അങ്ങനെ ഇഴുകിച്ചേരുമ്പോ പിന്നെ 4-ാമത്തെ സ്റ്റേജിലേക്ക് ഒരു മനുഷ്യനെത്തും, അസ്സൈറു മിനല്ലാ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ ഫനായിൽ നിന്നും ബഖായിലേക്ക് എത്തുന്ന അവസ്ഥ. എല്ലാം നശിച്ച് പിന്നെ അള്ളാഹു താല മാത്രമായി കാണുന്ന ഒരവസ്ഥയിലേക്കാണ് ബഖാ എന്നാണ് അതിന്റെ പറയുക. അവിടുന്ന് 5-ാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അസ്സൈറു ബില്ലാഹി. അസ്സൈറു ബില്ലാഹിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ ഏത് വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഓനെ എന്തേ കാണുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണൂ. ഷുഹൂദിന്റെ മഖാമാണ്. അവിടുന്ന് കഴിഞ്ഞില്ല മഹാന്മാർ പറയുന്നു ലാസ്റ്റ് സ്റ്റേജ് അസ്സൈറു മഅല്ലാഹ്. അസ്സൈറു മഅല്ലാഹ് എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ സ്നേഹം മാത്രം കാണുന്നൊരവസ്ഥ. അള്ളാഹുവിനെ അല്ലാതെ വേറൊന്നും കാണില്ല, അവനെപ്പോലും കാണാത്തൊരവസ്ഥ. ഈ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ
അള്ളാഹു താല ഭൂമി ലോകത്തേക്ക് നമ്മൾ അയച്ചില്ലേ, അതിന്റെ സാക്ഷാത്കാരം അപ്പോഴേ നടക്കുള്ളൂ. അതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ അറിയാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായി ചിന്തിച്ചേക്കാം, ഉസ്താദ് അങ്ങനെ കുറെ മൈരിഫത്തിന്റെ അതിന്റെ ഇതിന്റെ ഒക്കെ വാക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പൊ ഞമ്മക്ക് എത്താൻ കഴിയണം. അള്ളാഹു താല ഒന്ന് അല്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേറ്റ് പറഞ്ഞില്ലേ, അള്ളാഹു താല ഒരു നോട്ടം നമ്മിലേക്ക് നോക്കിയാൽ എത്ര അതിന്റെ കൂലി? മനുഷ്യന്മാരും ജിന്നുകളും ചെയ്യുന്ന ഇബാദത്തിനേക്കാളും ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ ഒരു നോട്ടത്തിന്. തിരിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് നോക്കുമ്പോഴോ ആ ഒരൊറ്റ നോട്ടം കൊണ്ട് നമ്മളെ മീസാന് പോലും നിറയുന്ന മഹാന്മാരവരെ കിതാബിൽ എന്ത് ചെയ്തിട്ടുള്ളത്, രേഖപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആർക്കും എന്ത് വേണ്ട, നിരാശ വേണ്ട, പ്രതീക്ഷ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ 50 വയസ്സായിക്കോട്ടെ, 50 വയസ്സ് വരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, എന്നാലും എന്ത് ചെയ്യണ്ട, പ്രതീക്ഷ വെക്കാതിരിക്കണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഏറ്റവും വലിയ കേടിയായിരുന്നു ആര്? ഉമർ റളിയല്ലാഹു. പക്ഷേ അള്ളാഹ് അങ്ങോട്ട് മനസ്സിലാക്കിയപ്പോ റസൂലുള്ളാന്റെ ചാരത്ത് കടക്കാൻ പോലും അള്ളാഹു തആല തൗഫീഖ് നൽകി അല്ലേ. ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഉമറെ നീയാണ് എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് അള്ളാഹു തആല പറയിപ്പിച്ചു. അത്രമാത്രം വലിയ മഖാമിലേക്ക് അള്ളാഹു തആല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉയർത്തി. മനസ്സിലാവുണ്ടോ? അപ്പോ അള്ളാഹു താലാക്ക് നിസ്സാരമൊന്നുമല്ല, അള്ളാഹു താലാക്ക് ഇതൊന്നും ഒരു പണിയില്ല, കേസല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതീക്ഷ, അള്ളാഹുവിനെ കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമ്മളെ കാര്യം അള്ളാഹു താല എന്ത് ചെയ്യും, ഏറ്റെടുക്കുമ്പോൾ അതിൽ യാതൊരു സംശയമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ കണക്കൂട്ടി വെക്കരുത്. സൽക്കർമ്മങ്ങൾ ഇങ്ങനെ കണക്കൂട്ടി വെക്കുക, അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യും, അത് മറന്നു പോവുക. മഹാന്മാർ പറഞ്ഞത് നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നിങ്ങൾ മറക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത തിന്മകൾ ഉണ്ടല്ലോ അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കുറെ ചെല്ലുമ്പോ തോന്നുന്നു തരക്കടില്ല എന്ന് തോന്നുമ്പോ അന്ന് അങ്ങനെ ചെയ്തു പോണ, അല്ല ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പൊന്താനൊന്നും ആയിട്ടില്ല എന്നൊരു തോന്നൽ എന്ത് ചെയ്യണം, അപ്പൊ എന്റെ മനസ്സിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞല്ല, മഹാന്മാർ പറഞ്ഞതാ. സൽക്കർമ്മങ്ങളെ നിങ്ങൾ മറക്കുകയും നിങ്ങൾ പഴയ കാലത്ത് ചെയ്ത തിന്മകളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കുകയും ചെയ്യണം. ഇത് ഒരു സ്റ്റേജാട്ടോ, ഒരു സ്റ്റേജിന്റെ കഥ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അതിന് ഒരു മറുഭാഗം ഉണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മളത് പറയും. അള്ളാഹു താല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിനെ കിട്ടുന്ന ഏറ്റവും സുന്ദരമായ മുഹൂർത്തം, അതിലേക്ക് എത്താനൊക്കെയുള്ള സൗഭാഗ്യം എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.